لبيك اللهم لبيك لبيك لا شريك لك لبيك إن الحمد والنعمة لك ഇന്ത്യ രാജ്യം മതേതര രാഷ്ട്രമായി നിലനിൽക്കാൻ തോൽപ്പിക്കലൊക്കെ പഠിച്ചവര് എന്റെ ഹാജിമാരോട് ഒന്നുകൂടി ഞാൻ പറയുന്നത്, അവിടെ ചെല്ലുമ്പോൾ ദ്വാജാപത്തുള്ള സ്ഥലത്തെത്തുമ്പോൾ ഇന്ത്യ മതേതര രാഷ്ട്രമായെന്നും നിലനിൽക്കാൻ വേണ്ടി ദ്വാചനം പഠിച്ചവര് അങ്ങനെ വർഗീയത വരാതെ അള്ളാഹുലേക്ക് കാക്കണം, ഏകസ്വരത്തോടെ നടപ്പാക്കാൻ ഇടയാക്കല്ല അല്ല. എല്ലാ മതക്കാരും മത സൗഹാർദ്ദതയോടുകൂടി കഴിയാൻ മതേതരത്വം മതേതരത്വത്തിൽ വിശ്വസിച്ചുകൊണ്ട് അവരെ ജീവിക്കാൻ രാജ്യത്ത് സമാധാനവും ശാന്തിയും അതിലുപരി മതേതരത്വം നിലനിൽക്കുവാൻ ഹാജിമാർ പ്രാർത്ഥിക്കണമെന്നും അതിനായി നേതൃത്വം നൽകിയ സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി അംഗം കടക്കൽ അബ്ദുൽ അസീസ് മൗലവി പ്രാർത്ഥനയിൽ അഭ്യർത്ഥിച്ചു. 112 ഹാജിമാരും അവരുടെ ബന്ധുക്കളും നാട്ടുകാരും ഇന്ന് ക്യാമ്പിലേക്ക് ഒഴുകിയെത്തി. ആത്മീയചൈതന്യം നിലനിർത്തി അള്ളാഹുവിന്റെ തൃപ്തി മാത്രം ലക്ഷ്യമാക്കി യാത്രയാകുന്ന ഹാജിമാർക്ക് ആശംസകൾ അർപ്പിച്ച് ആലുവ MLA അൻവർ സാദത്ത്, സഫർ ഖയാൽ, KPCC സെക്രട്ടറിയും MES പ്രതിനിധിയുമായ സക്കീർ ഹുസൈൻ, MK ബാബു, സഹീർ ആലുവ, തൊടിയൂർ മുഹമ്മദ് കുഞ്ഞ് മൗലവി, ഹജ്ജ് സെൽ ഓഫീസർ MN ഷാജി, TK സലിം, മുസമ്മിൽ ഹാജി തുടങ്ങിയവർ സംബന്ധിച്ചു. ക്യാമ്പിൽ നിന്നും ഇത്തവണ 16 സർവീസാണ് നടത്തിയത്. 4478 തീർത്ഥാടകരാണ് യാത്രയായത്. 1923 പുരുഷന്മാരും 2554 വനിതകളുമാണ് യാത്രയായത്. ഇത്തവണ മലപ്പുറത്ത് നിന്ന് 92 പേരും, പാലക്കാട് നിന്ന് 279 പേരും, കോഴിക്കോട് നിന്ന് 8 പേരും, കാസർഗോഡ് 4 പേരും, കണ്ണൂരിൽ നിന്നും ഒരാളും നെടുമ്പാശ്ശേരി വഴിയാണ് യാത്ര തിരിച്ചത്. ഇതിനു പുറമെ ലക്ഷദ്വീപിൽ നിന്ന് 93 ഹാജിമാരും, തമിഴ്നാട്ടിൽ നിന്ന് 99 പേരും, കർണാടകയിൽ നിന്ന് 2 പേരും കൊച്ചി വഴിയാണ് ഹജ്ജിന് പോയത്. എറണാകുളം ജില്ലയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഹാജിമാർ യാത്ര തിരിച്ചത്. 1462 പേർ, തൃശ്ശൂരിൽ നിന്നും 756 പേരും, ആലപ്പുഴയിൽ നിന്ന് 303 ഹാജിമാരും നെടുമ്പാശ്ശേരി വഴി യാത്ര തിരിച്ചവരിൽപ്പെടും. മടക്കി യാത്ര ജൂലൈ 10 രാവിലെ നെടുമ്പാശ്ശേരിയിൽ എത്തും. ഇത്തവണ മദീനയിൽ നിന്നുമാണ് മടക്കി യാത്ര ആരംഭിക്കുന്നത്. 21-ാം തീയതി അവസാന വിമാനവും കൊച്ചിയിൽ എത്തുമെന്ന് ജനറൽ കൺവീനർ സഫർ ഖയാലും ക്യാമ്പ് കോർഡിനേറ്റർ TK സലീമും പറഞ്ഞു. ഇവിടെ വന്ന് ആശംസ നടത്താൻ സമയം കണ്ടെത്തിയ ഒരു ബഹുമാനപ്പെട്ട നേതാവ് ശ്രീ VD സതീശൻ, അതുപോലെ തന്നെ നമ്മുടെ പാലക്കാട് സാധിക്കലി ശിവാദെല്ലാം, ഈ CRD MP ശ്രീ സുഹാസ് കഴിഞ്ഞ ദിവസം സന്തോഷത്തോടെ കാരണം നമ്മുടെ ഹജ്ജ് ക്യാമ്പിൻ്റെ അവസാനത്തെ വിമാനമാണ് പോകാൻ പോകുന്നത്. ഇതുവരെ ഹജ്ജിൻ്റെ ഹാജിമാർക്കല്ല ഹജ്ജുമാർക്കും എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയാണ് ഇവിടെ എല്ലാ കാര്യങ്ങളും ഒരുക്കിയിട്ടുള്ളത്. കേസുമാർ അതുപോലെ തന്നെ മറ്റു ബന്ധപ്പെട്ട ആർക്കൊക്കെയാണ് ഇതിൻ്റെ ചാർജ് അവരൊക്കെ വളരെ സൂക്ഷ്മതയോടുകൂടി വളരെ കാര്യത്തോട് തന്നെ ഇതിൻ്റെ പ്രവർത്തനം നിയന്ത്രിക്കുകയും അതെല്ലാം ചെയ്യുന്നത്. അതുകൊണ്ട് യാതൊരു പരാതിയില്ല. കാരണം ഒരു ഹാജിയോ ഹജ്ജൊന്നും അവർ ഇവിടെ വന്ന് ഈ ക്യാമ്പിലേക്ക് കയറി തിരിച്ചു പോകണ ഫ്ലൈറ്റിൽ കയറണവരെ അവരെല്ലാ കാര്യങ്ങളും ഒരു പരാതിയുമില്ല. അതാണത് പ്രത്യേകത. അതിന് ഉദ്യോഗതലത്തിലുള്ള ആളുകൾ സഹായിച്ചു, ഗവൺമെൻറ്, അതുപോലെ തന്നെ എയർപോർട്ടിൻ്റെ അധികാരികൾ, വോളണ്ടിയേഴ്സ്, അതുപോലെ തന്നെ ക്യാൻറ്റീൻ, അങ്ങനെയൊക്കെ എവിടെയൊക്കെ ആരോഗ്യം, പിന്നെ പോലീസ്, അങ്ങനെ ഫയർഫോഴ്സ്, അങ്ങനെ ഏതൊക്കെ ആരെയൊക്കെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചിട്ടുണ്ട് ഗവൺമെൻറ് അല്ലെങ്കിൽ ഹജ്ജ് കമ്മിറ്റി ഏൽപ്പിച്ചിട്ടുണ്ടോ അതൊക്കെ ഭംഗിയായി തന്നെ ചെയ്തു. അതിന് ചെയർമാനാണ് ഇതിനൊക്കെ നേതൃത്വം നൽകിയത്. പിന്നെ ഇവിടുത്തെ കൺവീനർ ചെയർമാനും അങ്ങനെ എല്ലാവരും കൂട്ടായ ഉത്തരവാദിത്വം ഇതിനൊക്കെ നേതൃത്വം നൽകാൻ തൊടിയൂർ സ്ഥാപനമുണ്ടാകും. അപ്പോൾ അങ്ങനെയൊക്കെ ഭംഗിയായി തന്നെ ഇതിൻ്റെ കാര്യങ്ങൾ ഇന്ന് അവസാന വിമാനത്തിലാണ്. അതിനകത്ത് ഇവിടുത്തെ ജനപ്രതിനിധി ഞാൻ വളരെ സംതൃപ്തനും സന്തോഷവാനുമാണ്. സന്ദർശനത്തിനാകുമ്പോൾ ഇവരൊക്കെ ഹജ്ജ് ചെയ്ത് പോയി തിരിച്ചു വന്ന് ആരോഗ്യത്തോട് തിരിച്ചു വരാനുള്ള സാധ്യത ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ യാത്രാബന്ധങ്ങളും ഹാജിമാരും. ഹജ്ജുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ജെ ടൈംസിനൊപ്പം ജലാൽ.